വെൽക്കം ടു ഈസി ടിപ്സ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചട്ടിപ്പത്തിരിയാണ്. സാധാരണയായിട്ട് മൈദയും ബീഫൊക്കെ വെച്ചിട്ടാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാറ്. അപ്പം ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഗോതമ്പിൻ്റെ ചപ്പാത്തി ചിക്കനൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നോക്കിയിട്ട് വരാം. ഇതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. അത് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 2 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ശേഷം ഇതിലേക്ക് ചേർക്കേണ്ടത് സവോളയാണ്. 2 സവോള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 8-9 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വഴറ്റിയെടുത്ത് തന്നെ ഒരു ബ്രൗൺ കളറാവും. ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ശേഷം ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഒരു 2 കപ്പ് ചിക്കൻ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താണ്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഈ സമയത്ത് നല്ലൊരു ഡ്രൈ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ആയി പോകണ്ട, ഇത് കറക്റ്റാണ്. ഇത് നമുക്ക് ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 4 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. കുറച്ച് പരന്ന പാത്രം ആവാൻ ശ്രദ്ധിക്കണം കേട്ടോ അത് എടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ഫോർക്ക് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ചെറിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ ഒരു 5 എടുത്തോളൂ കേട്ടോ. നമ്മൾ 4 ചപ്പാത്തി വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ സമയത്ത് കുരുമുളക് ചേർക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പാലാണ്. ഒരു 1/4 കപ്പിനേക്കാളും കുറച്ചും കൂടെ പാല്, അതായത് 1/4 കപ്പും ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു പരന്ന പാത്രത്തിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം നമുക്ക് ഇതിലേക്ക് ചപ്പാത്തി മുക്കാനുള്ളതാണ്. എന്നിട്ട് 4 ചപ്പാത്തി ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ എടുത്ത് വെക്കുക. പിന്നെ ഒരു സോസ് പാൻ ഗ്രീസ് ചെയ്തിട്ട് അതും കൂടെ എടുത്ത് വെക്കണം. എന്നിട്ട് ഈ ചപ്പാത്തി ഈ മിക്സിലേക്ക് മുക്കിയിട്ട് കുറച്ച് സമയം അവിടെ മുക്കി വയ്ക്കുക. ഒരു 2-3 സെക്കൻഡ് മതി. കുറേ സമയമൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കിട്ടിയ ശേഷം നമുക്കിത് ഈ സോസ് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഫില്ലിങ് കുറച്ച് ചേർത്ത് കൊടുക്കാം. അധികം അരിവരോട് ആവാതെ നോക്കണം. ഒരു ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമ്മളിത് 3 പ്രാവശ്യമാണ് ഫില്ലിങ് ചേർത്ത് കൊടുക്കുന്നത്. അതിനനുസരിച്ച് വേണം നമ്മൾ ഫില്ലിങ് എടുക്കാൻ വേണ്ടിയത്. ഇത് കറക്റ്റ് ആയിരിക്കും. 3 പ്രാവശ്യം ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചാൽ മതി. ഇതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ചപ്പാത്തി എടുത്തിട്ട് ഇങ്ങനെ മുട്ടയിൽ മുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കൊണ്ടുപോയി വയ്ക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ ചപ്പാത്തീൻ്റെ വലുപ്പം ആ സോസ് പാനിൽ ഒരുപാട് കൂടുതലാവാൻ പാടില്ല കേട്ടോ. അതിൽ നിൽക്കണം. എന്നിട്ട് അവസാനത്തെ ചപ്പാത്തി ലെയർ വെച്ച ശേഷം നമ്മൾ നേരത്തെ ബാക്കി വന്നിട്ടുള്ള ആ ഒരു മിക്സ് ഇതിൻ്റെ സൈഡുകളിലൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 1/4 ഭാഗത്തിനേക്കാളും കൂടുതലായിട്ട് പൊങ്ങി നിൽക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് നമ്മുടെ ഈ ചട്ടിപ്പത്തിരി കറക്റ്റായിട്ട് ആ സൈഡുകളിലൂടെ ഒന്ന് ഒട്ടി വരുള്ളൂ, ആ മുട്ടയുടെയും പാലിൻ്റെയൊക്കെ മിക്സ്. ഇനി ഇതൊരു ലിഡ് വെച്ച് കവർ ചെയ്യുക. ഇനി ഒരു ഗ്യാസ് ഓൺ ആക്കിയിട്ട് അതിലൊരു പത്തിരിക്കല്ലോ എന്തെങ്കിലും ചൂടാക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെയാണ് നമ്മളിത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാൻ പോകുന്നത്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സൈഡുകളിലൂടെയൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തണം. ഈ സൈഡൊക്കെ നന്നായിട്ട് ഇങ്ങനെ വിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കൊരു വേറെ പാത്രം ഇതിൻ്റെ മേലെ കൂടെ വെച്ചിട്ടൊന്ന് കമഴ്ത്തി കൊടുക്കാം.
പുറം ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാനിൽ എണ്ണ തേച്ച് ചൂടാക്കിയിട്ട് ഒരു 2 മിനിറ്റ്, കൂടുതൽ ആവി പോകണ്ട, അങ്ങനെ കളർ ചേഞ്ച് ഒന്നും ആവണ്ട, ഒന്ന് വെച്ച ശേഷം നമുക്കിതിന്ന് തിരിച്ചെടുക്കാം. അപ്പം ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഇതുവരെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന സമയത്ത് അഭിപ്രായം ഒന്നും പറയാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.